ജബൽപൂരിലുണ്ടായ ഹിന്ദുത്വ ആക്രമണം നടന്നത് പോലീസ് സാന്നിധ്യത്തിലെന്ന് മർദ്ദനമേറ്റ ഫാദർ ഡേവിസ് ജോർജ് ന്യൂസ് മലയാളത്തോട് പുരോഹിതരാണെന്ന് അറിഞ്ഞു തന്നെയാണ് സംഘം ചേർന്ന് മർദ്ദനം നടത്തിയത്. അതിക്രമത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയമുണ്ട്. തങ്ങൾക്കിവിടെ കുറച്ചുനാൾ കൂടി ജീവിക്കണമെന്നും ഫാദർ ഡേവിസ്. തീർത്ഥാടനത്തിന് ഒരു 60 പേര് വന്നവരെ വഴിയിൽ വെച്ച് നിർത്തി, പിന്നെ പോലീസ് സ്ഥാനയിൽ കൊണ്ടുപോയി. അവരെ കാണാനായിട്ട് ഒരു 5-6 പേര് പള്ളിയിൽ നിന്ന് വന്നിട്ട് അവരെ ഇടിച്ചു മർദ്ദിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടച്ഛന്മാരും, ഞാൻ ഇവിടുത്തെ വികാരി ജനറലും ഇവിടുത്തെ പ്രൊക്യുറേറ്റർ ഫാദർ ജോർജ് തോമസും ഒരു 2 ലേമനും കൂടി പോയി. അപ്പോൾ അവർ നമ്മളെ മർദ്ദിച്ചു. നമ്മളെ ഉപദ്രവിച്ച് നമ്മൾ അച്ഛനോ കന്യാസ്ത്രീ ആവണമെന്ന കാര്യത്തിൽ സാധാരണ ഒരു സിറ്റിസൺ ഓഫ് ദ കൺട്രി ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആക്രമിക്കുക എന്നുള്ളതൊരു ഒരു 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 നിന്ദനീയമായ കൃത്യം. പിന്നെ നമുക്കിവിടെ ജീവിക്കുന്ന കുറച്ചുനാൾ കൂടി. ജബൽപൂരിൽ മലയാളി വൈദികർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സഹോദരൻ അടക്കമുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരൻ ജോബി തേറാട്ടിൽ. ഒരു തോക്കിന്റെ ഉണ്ട മതി ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ. സഹോദരൻ അടക്കമുള്ളവർക്ക് ഭീഷണിയുണ്ടെന്നും ജോബി തേറാട്ടിൽ പറഞ്ഞു. നമുക്ക് സമാധാനമായിട്ട് നമുക്കിവിടെ വീട്ടിൽ ചേട്ടൻ പോയിട്ട് അവിടെ ഇരിക്കുന്ന ആളുടെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു തോക്കിൻ്റെ ഒരു ഉണ്ട മതി ഈ ജീവൻ അവസാനിക്കാൻ. ഈ ലെവലിലേക്ക് പോകണമെന്ന് വെച്ചാൽ അതും ശ്രദ്ധിക്കണ്ടേ നമ്മൾ. സുരക്ഷിത ഉറപ്പാക്കണം. രാജ്യത്ത് നമ്മൾ ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖും ആയാലും ആരായാലും ഈ മതേതര രാജ്യമാണത്. അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ അതൊരു നമുക്ക് അന്വേഷണം വിധേയമാക്കേണ്ട കേസല്ലേ.